ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ പൃഥ്വി ലൈഫ്. ഇതെൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. നമുക്കിന്ന് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റിലുള്ള ഒരു സേമിയ പായസം ഉണ്ടാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുറച്ച് കാഷ്നട്ട്, 60 ഗ്രാമോളം സേമിയ, കുറച്ച് ഉണക്കമുന്തിരി. ഞാൻ 2 പേർക്ക് കഴിക്കുന്ന രീതിയിലുള്ള സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് കട്ടിയുള്ള പാലാണ്. ഒരു 1/2 ലിറ്ററോളം കട്ടിയുള്ള പാല് വേണം. പായസം തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം ആവശ്യമായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ഉരുകി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ട്, ഉണക്കമുന്തിരി, സേമിയ ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് കാഷ്നട്ട് വറുത്തെടുക്കാം. കാഷ്നട്ട് ഒരു ചുമപ്പ് കളറായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഉണക്കമുന്തിരി കൂടി ആഡ് ചെയ്യണം. കാഷ്നട്ട് ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാണ് നമ്മൾ ഉണക്കമുന്തിരി ആഡ് ചെയ്യേണ്ടത്. ഉണക്കമുന്തിരി ആഡ് ചെയ്ത് അത് പാകമാകുന്നത് ഉണക്കമുന്തിരി വീർത്ത് വരുമ്പോഴാണ്. കാഷ്നട്ടിൻ്റെ കൂടെ നമ്മൾ ഉണക്കമുന്തിരി ഇട്ടാൽ ഉണക്കമുന്തിരി ആദ്യമേ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കാഷ്നട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രം ഉണക്കമുന്തിരി ആഡ് ചെയ്യാൻ പറയുന്നത്. ഇത് ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മുന്തിരിങ്ങയും കാഷ്നട്ടും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടും പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. രണ്ടും കോരിയെടുത്തതിന് ശേഷം നമുക്കിനി അടുത്തത് നമ്മുടെ സേമിയ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങ് കരിക്കരുത്. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ മാത്രമേ സേമിയ മൂപ്പിക്കാവുള്ളൂ. പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആവും. കാരണം ചൂടായിരിക്കുന്ന ചട്ടിയിലേക്കാണ് നമ്മൾ സേമിയ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും. സേമിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് അത് കോരിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. പായസത്തിന് പിങ്ക് കളർ ലഭിക്കാൻ വേണ്ടിയാണ് കാരമലൈസ് ചെയ്യുന്നത്. നമ്മൾ സെയിം പാത്രത്തിൽ തന്നെയാണ് പഞ്ചസാരയും കാരമലൈസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുക എന്നുള്ളതാണ്. അപ്പം ആ സെയിം പാത്രം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ആ പാത്രത്തിലെ ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രമേ പഞ്ചസാര ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പഞ്ചസാര ഇടുമ്പോൾ പെട്ടെന്ന് ചൂട് കൂടിയിട്ട് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ പാത്രത്തിലെ ചൂട് അല്പം കുറഞ്ഞതിന് ശേഷം 3.5 സ്പൂൺ പഞ്ചസാരയും അതിൻ്റെ കൂടെ കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് ഞാൻ കാരമലൈസ് ചെയ്യാൻ പോവുകയാണ്. പഞ്ചസാര ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടറിനകത്ത് പഞ്ചസാര പെട്ടെന്ന് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കാരമലൈസ് ആയിട്ട് കിട്ടും.
പഞ്ചസാര കാരമലൈസ്ഡ് ആയിട്ടുണ്ട്, ഒത്തിരി കട്ടിയാക്കരുത്. ഈ സമയത്ത് നമുക്ക് പാലൊഴിക്കാം. ഞാൻ ആദ്യം 1 കപ്പ് പാലൊഴിച്ചു. പാലൊഴിക്കുന്ന സമയത്ത് നമ്മൾ കാരമലൈസ് ചെയ്ത സാധനം സ്റ്റിക്കി ആയിട്ടുണ്ട്, പക്ഷെ അത് കട്ട പിടിക്കത്തൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കഴിയുമ്പോൾ അതെല്ലാം അലിഞ്ഞ് പാലിനകത്ത് മിക്സ് ആയിക്കോളും. അപ്പോൾ ഒരു പിങ്ക് കളറ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരമലൈസ് ചെയ്തത് ആദ്യം ഒഴിച്ച 1 കപ്പിനകത്ത് പെട്ടെന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിനി 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടെ അതിനകത്ത് വീണ്ടും മിക്സ് ചെയ്യാം. ടോട്ടൽ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും, കാരണം ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടിയുള്ള മിൽക്ക് ആയതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നത്. നല്ലപോലെ അത് മിക്സ് ചെയ്യുക. കാരമലൈസ് പാലിൽ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യണം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഇവിടെ മധുരം കുറവ് മതിയായതുകൊണ്ട് നമ്മൾ ഒരു 3 സ്പൂൺ പഞ്ചസാര കൂടെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പഞ്ചസാര നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പായസം ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ചവ്വരി കൂടി ആഡ് ചെയ്യാം. പാല് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് കൈ എടുക്കാതെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം പാല് തിളയ്ക്കുന്നിടം വരെ, അല്ലെങ്കിൽ പാലിൽ പാട ചൂടും. പാട ചൂടുമ്പോൾ നമ്മുടെ സേമിയ പായസത്തിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പാല് നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിനി സേമിയ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്യാം. നമ്മുടെ പായസം വെന്ത് കുറുകി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കാഷ്നട്ടുമാണ്. ഏറ്റവും ലാസ്റ്റിൽ മാത്രമേ ചേർക്കാവൂ. അതിനുശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി എന്ന് പറയുന്നത് ഏലക്കയുടെ കുരു എടുത്തിട്ട് പഞ്ചസാര എടുത്ത് ചെറിയ ജാറിൽ നമ്മൾ പൊടിച്ചെടുത്താണ്. അപ്പം പെട്ടെന്ന് അത് പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ അമ്പലപ്പുഴ സേമിയ പായസം റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ക്രീമി ടെക്സ്ചർ കാണുമ്പോഴേ വായിൽ വെള്ളം വരുന്നില്ലേ. അപ്പോൾ എൻ്റെ മകനാണെങ്കിൽ പഞ്ചസാര ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല, എന്നിട്ട് പോലും നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുറേ പായസം കുടിച്ചു. അതുപോലെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൂടെ എന്നെ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.